നൽകിയ സ്നേഹവരദാനം ഡിവൈൻ ഡിവൈൻ ഡിവൈൻ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ അനേക അത്ഭുതങ്ങൾ ചെയ്തു. ഈശോ തൻ്റെ സ്നേഹം എല്ലാവരിലേക്കും ചൊരിഞ്ഞു. അനേകരെ ആശ്വസിപ്പിച്ച് തൻ്റെ സ്നേഹത്തിൽ വളർത്തി. കർത്താവിൻ്റെ ഈ സ്നേഹവും കരുണയും അനുഭവിക്കുവാനായി ഈശോ നമ്മെ ഈ ആഴ്ച അനുവദിച്ചിരിക്കുക. അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട് 138 സങ്കീർത്തനം 3 തിരുവചനത്തിൽ, ഞാൻ എൻ്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി, എൻ്റെ ആത്മാവിന് അവൻ ശക്തി പകർന്നു എന്ന്. അപ്പോൾ നമ്മെ ശക്തി പകർന്ന് വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് ഉത്തരമരുളി ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. ഒരു പുതിയ ചൈതന്യവും ആശ്വാസവും ആത്മാവിനൊരു ഉണർവും ചൈതന്യവും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിനെ എല്ലാം ഓർത്ത് നന്ദി പറയാം. നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയാം. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ആത്മീയ അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മുൻപോട്ട് നയിക്കാം. ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ചത്തെ ധ്യാനത്തിനായിട്ട് കടന്നു വരുന്ന എല്ലാവരെയും പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ അടുത്ത ആഴ്ചത്തെ ശുശ്രൂഷകൾക്കായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Divine, divine, divine blessing. Divine, divine, divine. അവൾക്ക് 2 പെൺകുട്ടിയും ഒരാൺകുട്ടിയുമാണുള്ളത്. അതിൽ ഒരു പെൺകുട്ടിയുടെയും ഒരാൺകുട്ടിയുടെയും ആദ്യ കുർബാന സ്വീകരണം വല്ലാർപാടം പള്ളിയിൽ വെച്ച് നടത്താൻ അവർ നേർച്ച നേർന്നു. ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് ആ 2 കുട്ടികളെയും വല്ലാർപാടം പള്ളിയിലേക്ക് കൊണ്ടുപോയി. ബോട്ടിലാണ് പോയത്. അവിടെ ചെന്ന് കുർബാനയിൽ പങ്കെടുത്തു, കുർബാന സ്വീകരിച്ചു. മടങ്ങുന്നതും ബോട്ടിലാണ്. അങ്ങനെ ബോട്ടിൽ കയറി മടങ്ങുമ്പോൾ എന്തായാലും ബോട്ട് കുറച്ച് നീങ്ങിക്കഴിഞ്ഞ ശേഷം ബോട്ട് മറിഞ്ഞു. അങ്ങനെ 10ഓളം പേര് മരിച്ചു. ആ കൂട്ടത്തിൽ ആദ്യ കുർബാന സ്വീകരിച്ച ഈ മകനും മകളും മരിച്ചുപോയി. ആ മരണം അങ്ങോട്ട് നടന്നതോടുകൂടെ പിന്നെ അവരുടെ അമ്മയ്ക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല, കുർബാനയൊന്നും കേൾക്കുന്നതിന് വല്ലാത്ത ബുദ്ധിമുട്ട്. അങ്ങനെ ഇവർ മാനസികമായിട്ടങ്ങ് വേദനിക്കാൻ തുടങ്ങി. എന്ത് ചെയ്താലും ആ മരണം അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ നിർബന്ധിച്ച് ധ്യാനമന്ദിരത്തിൽ കൊണ്ടുപോയി. അങ്ങനെ അവിടെ വന്ന് ആദ്യ ദിവസം തന്നെ ദൈവം ഈ മകളോട് സംസാരിച്ചു. ദൈവം ഇങ്ങനെയാണ് സംസാരിച്ചത്: നിന്റെ 2 കുട്ടികളും എന്നെ സ്വീകരിച്ചതിന് ശേഷമല്ലേ അവർ മരിച്ചത്? അതെ. അവര് ഒരു പാപം പോലും ചെയ്യാൻ ഇടയാകാതെ കുർബാന സ്വീകരിച്ച്
ആ വിശുദ്ധിയിലല്ലേ അവർ മരിച്ചത്? അതെ. അങ്ങനെയാണെങ്കിൽ ആ 2 കുട്ടികളും സ്വർഗത്തിൽ എൻ്റെ അടുക്കൽ ഉണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഉടനെ ആ അമ്മച്ചി പറഞ്ഞു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈശോ പറഞ്ഞു, നിന്റെ വിശ്വാസം ശരിയാണ്. ആ 2 കുട്ടികളും സ്വർഗത്തിൽ എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത് കൊണ്ട് ഞാനൊരു ഉപകാരം ചെയ്യാം. ഈ 2 കുട്ടികൾക്കും ഒരു പ്രാവശ്യവും കൂടെ ആയുസ് നീട്ടിക്കൊടുത്ത് ഞാൻ ഇവിടെ ജീവിക്കാൻ അവർക്ക് പെർമിഷൻ കൊടുക്കാം. അങ്ങനെ ഞാൻ ജീവിക്കാൻ അവർക്ക് അവസരം കൊടുക്കുകയാണെങ്കിൽ അവർ എത്ര വർഷം ഇവിടെ ജീവിക്കണമെന്ന് പറയാൻ പറഞ്ഞു. ഉടനെ അവൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ, അങ്ങനെയാണെങ്കിലേ ഒരു 100 വർഷം അവരിവിടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പറഞ്ഞു, ശരി, 100 വർഷം അവർക്ക് ആ കുട്ടികൾക്ക് ആയുസ് കൊടുത്ത് ഞാൻ അവരെ ഭൂമിയിലേക്ക് വിടാം. പക്ഷെ വേറൊരു കാര്യം, ഇപ്പോൾ അവരിയ്ക്കുന്നത് സ്വർഗത്തിലാണ്. ഈ 100 വർഷം കഴിയുമ്പോൾ ഇവരെ 2 പേരെയും ആ സ്വർഗത്തിൽ അതേ സ്ഥലത്ത് എത്തിച്ചു കൊള്ളാമെന്ന് ഒരു വാക്ക് തരാമോന്ന് ചോദിച്ചു. അതെങ്ങനെയാ കർത്താവേ? പിള്ളേർ വളർന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടൊക്കെ പോകണമെന്ന് ആർക്കറിയാന്ന്. ഹല്ലേലൂയ. അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴും ഉദരത്തിൽ നിന്ന് പുറത്തു വരുമ്പോഴും മറ്റാരേക്കാളും കൂടുതൽ നമ്മെ ശ്രദ്ധിക്കുന്നതിന്, കരുതുന്നതിന് ഓരോരുത്തർക്കും ഒരു കാവൽ മാലാഖയെ ദൈവം നിർത്തിയിട്ടുണ്ട്. ആ കാവൽ മാലാഖയ്ക്കോ ദൈവത്തിനോ നമ്മൾ നന്ദി പറയാൻ മറന്നുപോയാലും, ഒട്ടും നന്ദി പറഞ്ഞിട്ടില്ലെങ്കിലും ദൈവം നമ്മളെ കാത്ത് പരിപാലിക്കുന്നു. നമുക്ക് 2 കണ്ണുകൾ തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, കണ്ണിന് കാഴ്ചശക്തിയും നൽകിയിട്ടുണ്ട്. ഈ കണ്ണിന്റെ കാഴ്ചശക്തി പ്രവർത്തന നിരതമാകണമെങ്കിൽ ലോകത്തില് അവിടുന്ന് പ്രകാശം സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഒന്നുമില്ലെങ്കിൽ കണ്ണുകൾ കൊണ്ടും പ്രയോജനമില്ല. കാതുകൾക്ക് ശക്തി, കൈകാലുകൾക്ക് ശക്തി, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഗ്രഹണശക്തി, എല്ലാ നല്ല ദാനങ്ങളും ദൈവത്തിന്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിന്റെ അനന്ത സ്നേഹമാണ്. സകല ജീവജാലങ്ങളിലൂടെയും ദൈവത്തിന്റെ അനന്ത ശക്തി വെളിപ്പെട്ട് കിട്ടുകയാണ്. അതിനാല് 1 കൊറിന്ത്യർ 10:31 നാം ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്താൽ അത് ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യണം. എല്ലാം ദൈവത്തിന്റെ സൗജന്യ ദാനം. ദൈവത്തോട് നന്ദി പറയാനും ദൈവത്തെ സ്തുതിക്കാനും നമുക്കെല്ലാവർക്കും പ്രത്യേക കടമയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഐമി ലിയോ. ഇതെൻ്റെ ഹസ്ബൻഡ് ലിയോ. ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഫാമിലി ആയിട്ടാണ് ധ്യാനം കൂടുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ ധ്യാനത്തിന് വരുന്നത്. കുറേ തിരക്കിട്ട് ഉള്ള ജീവിതത്തിൽ നമ്മൾ കുറേ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആത്മീയമായിട്ട് കുറച്ച് മന്ദതയിലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നല്ലതായിട്ട് കുറേ ബോധ്യങ്ങളും കുറേ പ്രാർത്ഥനകളും എല്ലാം നമുക്ക് ലഭിച്ചു. ആത്മീയമായിട്ട് നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള വരങ്ങളെല്ലാം ലഭിച്ചു. തമ്പുരാനും നന്ദി. Divine, divine, divine blessing. Divine, divine, divine. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി തരും. ഈ ബോധ്യപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ എന്നും ശ്രദ്ധിച്ചു ജീവിച്ചാൽ നിന്റെ ഇന്നു മുതലുള്ള ജീവിതം മരണം വരെ എന്താവും? പന്തക്കുസ്ത അനുഭവമായി മാറും. ആ പന്തക്കുസ്ത അനുഭവത്തിൽ നിനക്ക് എന്നും ജീവിക്കാൻ പറ്റും. അതിനാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ തരുന്നത്. പ്രൈസ് ദി ലോർഡ്.
അപ്പം ചിലരിങ്ങനെ ചിന്തിക്കും, എനിക്ക് കഴിഞ്ഞ നാളുകള് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, പുകവലിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, ചില വെറുപ്പ് വൈരാഗ്യമൊക്കെ ഉണ്ടായിരുന്നു. എനിക്കും പന്തക്രിസ്താനുഭവത്തിൽ എന്ന് മുതൽ ജീവിക്കാൻ പറ്റുമോ? പറ്റും. എന്താ കാര്യം? ഈശോ പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനം, ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുക എന്നേക്കും. നീ ഏത് കാര്യത്തിലാണോ പറ്റിയേല എന്ന് വിചാരിക്കുന്നത്, നടക്കേല എന്ന് വിചാരിക്കുന്നത്, ഉപേക്ഷിക്കാൻ പറ്റിയേല എന്ന് ചിന്തിക്കുന്നത്, ക്ഷമിക്കാൻ പറ്റിയേല എന്ന് വിചാരിക്കുന്നത്, വിട്ടുകളയാൻ പറ്റിയേല എന്ന് വിചാരിക്കുന്നത്, ആ വിചാരിക്കുന്ന കാര്യം അത് നടത്തിത്തരാൻ ഒരു സഹായകനെ കർത്താവ് നിനക്ക് തരും. ഈ സഹായകനിൽ എന്നും നിറഞ്ഞ് ജീവിക്കുന്ന അനുഭവമാണ് പന്തക്രിസ്തു അനുഭവം. എൻ്റെ പേര് ജിയോ, പാലക്കാട് അട്ടപ്പാടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഏകദേശം കുറേ വർഷങ്ങളായി ധ്യാനം കൂടുന്നു. എല്ലാ വർഷവും തന്നെ ഞാൻ 1-2 ധ്യാനങ്ങൾ ഇവിടെ വന്ന് കൂടാറുണ്ട്. ആത്മീയമായിട്ട് ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താനും പ്രാർത്ഥിക്കാനുമുള്ള വലിയ അവസരമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, നമ്മളെല്ലാവരും ശരീരവും മനസ്സും ആത്മാവും ഉള്ളവരാണ്. ആണോ? ഉണ്ട് എങ്കിൽ അതിനെ മൂന്നിനെയും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവം നിങ്ങളിൽ ഇടപെടാൻ പോകുന്നത് ഈ 3 തലങ്ങളിലുമാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ തലത്തിൽ ദൈവം ഇടപെടും. അതുകൊണ്ടാണ് ധ്യാനങ്ങളിലൊക്കെ നമ്മൾ അത്ഭുത രോഗസൗഖ്യങ്ങളൊക്കെ സംഭവിക്കുന്നത്, കണ്ടിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്. ദൈവം നമ്മുടെ ശരീരത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും, സംശയമില്ല. അത്ഭുത രോഗസൗഖ്യങ്ങൾ ഉണ്ടാകും. ഇനി ദൈവം ഇടപെടുന്ന 2ാമത്തെ തലമാണ് മനസ്സിന്റെ തലത്തില് ദൈവം ഇടപെടും. മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറങ്ങിപ്പോയത്, മറ്റൊരാളോട് നാളുകളായിട്ട് ക്ഷമിക്കാൻ പറ്റിയത്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത്, ജീവിതത്തിലുണ്ടായ ഒരു പരാജയത്തെ ഓർത്ത് അങ്ങേയറ്റം ആകുലപ്പെട്ടിരുന്ന ആകുലത വിട്ടുപോയത്, പണ്ടെപ്പോഴോ ചെയ്തു പോയൊരു പാപം അതിൻ്റെ കുറ്റബോധമായിട്ട് നടന്നു അത് വിട്ടുപോയത്, വലിയ ഭയമായിരുന്നു. പക്ഷെ ഒരു ധ്യാനത്തിലൂടെ ആ ഭയം വിട്ടൊരു ധൈര്യം കിട്ടിയത്, നിരാശയായിരുന്നു, ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി നടക്കുമായിരുന്നു. പക്ഷേ ഒരു ധ്യാനം വഴിയായിട്ട് ജീവിക്കാൻ ഒരു പ്രത്യാശ കിട്ടി. ഇതെല്ലാം മനസ്സിന്റെ തലത്തില് ദൈവം തരുന്ന അത്ഭുതങ്ങളാണ്. സ്തുതി എൻ മനമേ, സ്തുതികളിലുള്ളതനേ, ലാഘനാൽ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി എൻ മനമേ, ലാഘനാൽ തോറും നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ. എൻ്റെ പേര് ഷീന എന്നാണ്. ഞാൻ ആലപ്പുഴ ചേർത്തലയിൽ നിന്ന് വരുന്നു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തെക്കുറിച്ച് ധാരാളം കേട്ടിരുന്നു. എങ്കിലും ഇവിടെ വന്നപ്പോൾ വളരെയേറെ ഭാരപ്പെട്ട ഒരു അനുഭവമായാണ് ഞാനിവിടെ എത്തിയത്. നല്ല കൗൺസിലിങ്ങും നല്ല കുമ്പസാരവും നല്ല കുർബാനയും നല്ല ധ്യാനവുമായിരുന്നു. ഒരുപാട് സന്തോഷവും. ഞങ്ങൾ ഫാമിലിയായിട്ട് വളരെയേറെ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ബീജാണു അണ്ഡം ഉപയോഗിച്ച് അവർ സൃഷ്ടിച്ചെടുത്ത ഭ്രൂണങ്ങളെ വൈദ്യശാസ്ത്രത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശമനുസരിച്ച് കൊന്നുകളയുന്ന കാര്യം അവർ നിങ്ങളോട് പറയില്ല. അല്ലെങ്കിൽ സ്റ്റെം സെൽ റിസർച്ച് എന്ന് പറയുന്ന മൂലകോശ ഗവേഷണ ശാഖയുണ്ട്. ഈ സ്റ്റെം സെൽസ് ഏറ്റവും കൂടുതൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡിലും ഭ്രൂണത്തിലും ഉള്ളത്. ഇവയിൽ നിന്ന് അതെടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ കേടായ അവയവങ്ങളെ വളർത്തിയെടുക്കാനൊക്കെ ഉപയോഗിക്കും. അതാണ് സ്റ്റെം സെൽ റിസർച്ച് ഓർഗനൈസേഷൻ്റെ പരിപാടി. അതിനുവേണ്ടി നിങ്ങളുടെ ഈ കുഞ്ഞുങ്ങളെ അവർ ഗിനി പന്നികളെ ഉപയോഗിക്കുന്ന പോലെ പരീക്ഷണശാല ഉപയോഗിക്കും. ഈ മാരകമായ തിന്മകളുള്ളത് കൊണ്ടാണ് IVF പാടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ IVFന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു പ്രസംഗം അവരെവിടെയോ കേട്ടു. യൂട്യൂബിലുള്ളൊരു പ്രസംഗമാണ്. അത് കേട്ടതുകൊണ്ട് അവർ എന്നോട് ആലോചന ചോദിക്കാനാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ധ്യാനം കൂടാൻ ഞാൻ പറഞ്ഞുകൊണ്ട് അവർ ധ്യാനം കൂടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവർ ധ്യാനത്തിന് ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം
എൻ്റെ അടുക്കൽ ഞാൻ അവരോടൊരു കാര്യം ചോദിച്ചു, നിങ്ങൾക്ക് ദൈവം കുഞ്ഞുങ്ങളെ തരാത്തതാണോ? അതേ എന്ന് രണ്ടുപേരും പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ അവരുടെ മുഖത്ത് ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു, കൃത്യം എന്നോട് ഉത്തരം പറ, ദൈവം തരാത്തതാണോ തരാത്തതെന്ന് നിഷേധിച്ചതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ഈ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അതെ, നിഷേധിച്ചതാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ 5 വർഷക്കാലം കുഞ്ഞുങ്ങളെ വേണ്ട എന്ന് ഞങ്ങൾ നിശ്ചയിക്കുകയും ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ അപ്രതീക്ഷിതമായി ഒരിക്കൽ ഗർഭം ധരിക്കുകയും ചെയ്തപ്പോൾ ആ കുഞ്ഞിനെ അബോർഷൻ വഴി കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ജീവദാതാവ് ദൈവമാണ്. ജീവനെടുക്കാൻ ദൈവത്തിന് മാത്രം അധികാരമുള്ളൂ. ഡോക്ടർക്കോ അപ്പനോ അമ്മയ്ക്കോ കള്ളനോ കൊലപാതകിക്കോ ജീവനെടുക്കാൻ അധികാരമില്ല. എൻ്റെ പേര് ജിഷ. ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. 23 വർഷം മുൻപാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ അതിന് ശേഷം ഇങ്ങോട്ട് വന്നു. അപ്പോൾ പുതിയൊരു അനുഭവം, നല്ല സന്തോഷമൊക്കെ ആയി. കൗൺസിലിങ്ങും കുമ്പസാരൊക്കെ ശേഷം നല്ല സന്തോഷത്തിലാണ്. എന്നെയും നിങ്ങളെയും രക്ഷിക്കാനുള്ള ഏക വഴിയാണ് യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വന്തം ശരീരത്തിൽ പീഡകളേറ്റ് നമ്മുടെ പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് നമ്മളെല്ലാവരും പാപികളായ മനുഷ്യര് ദൈവമക്കളായി മാറുക. എൻ്റെ പേര് സജിതയാണ്. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരെയാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുൻപ് ഞാൻ വേറെ സ്ഥലത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറേ വചനം ഇതായിരുന്നു. ഗ്രാജ്വലി എനിക്ക് ഇൻട്രസ്റ്റ് തോന്നി തുടങ്ങി. പിന്നെ ഒരു നല്ല ദൈവ അനുഭവം എനിക്കുണ്ടായി. പിന്നെ കൗൺസിലിങ്ങിനും ഞങ്ങളൊക്കെ പോയി. ഒരു ശാന്തത കിട്ടി. പിന്നെ വളരെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സാവൂള് പുള്ളി ക്രിസ്ത്യാനികളെ കൊല്ലുക എന്ന് പറയുന്നത് പുള്ളിക്കൊരു ഹോബിയായിരുന്നു. അതിനുള്ള റോമൻ രാജാവിൻ്റെ സമ്മതപത്രമൊക്കെ ഉണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ കൊന്നാൽ നിനക്ക് ക്രൈമില്ല. പോലീസ് സ്റ്റേഷനിൽ പോവുക, അവിടെ തന്നെ ജാമ്യം കിട്ടുക, അപ്പോൾ തന്നെ ഇറങ്ങും. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പുറത്ത് ബോധത്തിൽ നിന്ന് സുബോധത്തിലേക്ക് വളരാൻ വേണ്ടി കൊതിച്ചൊരു മനുഷ്യൻ്റെ കഥയാണ്. എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഞാൻ ഇടുക്കിയിൽ നിന്ന് വരുന്നു. ഈ ധ്യാനം എനിക്ക് നല്ല അനുഭവമായിരുന്നു. എനിക്ക് ഒത്തിരി മനസ്സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കുവാൻ വചനം തന്നെയായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ആ സത്യമാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത്. വചനമാകുന്ന ദൈവം മനുഷ്യനായി അവതരിച്ച് വചനം തന്നെ തന്നെ ഈ ലോകത്തിന് വെളിപ്പെടുത്തി. എൻ്റെ പേര് സിസ്റ്റർ ജോസ്ന. ഞാൻ വിൻസെൻഷൻ സഭാംഗമാണ്. ഞാൻ അമേരിക്കയിൽ വർക്ക് ചെയ്യുന്നു. അവധിക്കായിട്ട് ഇവിടെ വന്നതാണ്. ഒരാഴ്ച വന്ന് ഈശോടുത്ത് പ്രാർത്ഥിച്ചു പോകാമെന്ന് കരുതി ഇവിടെ ആയിരുന്ന ഈ ദിവസങ്ങൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. നല്ല ആത്മീയ അനുഭവം ഉണ്ടായി. അതേപോലെ അഭിഷേകത്തോടുകൂടി പ്രാർത്ഥിക്കാനും സാധിച്ചു. ഒത്തിരി സന്തോഷം ഈ കൂട്ടായ്മയിൽ ഈ ആഴ്ചയിൽ പങ്കെടുക്കാൻ സാധിച്ചതിന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവവചനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അതിൽ ആത്മാവുണ്ട്, ജീവനുണ്ട്. ആ വചനത്തിൽ ജീവനുണ്ട്, അതിൽ ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ആത്മാവും ജീവനുമാകുന്ന ദൈവത്തിൻ്റെ വചനം ആര് പ്രസംഗിക്കുന്നുവോ
ആര് കേൾക്കുന്നുവോ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നു. എൻ്റെ പേര് ജിബിച്ചൻ. ഞാൻ ആലപ്പുഴ കാട്ടൂരിൽ നിന്ന് വരുന്നു. ഞാനിപ്പോൾ ഇതിൽ രണ്ടാമത്തെ പ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇനി അടുത്ത പ്രാവശ്യം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു അനുഗ്രഹം എനിക്കുണ്ടായി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം. അന്യഗ്രഹത്തിലോരായിരം നാൾ വാഴ്വതേക്കാളെത്ര മോഹനം. എൻ്റെ യേശുവും ഞാനും മാത്രം. പുറപ്പാട് പുസ്തകം പറയുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന യഹോവയാണ്. സകല വിശുദ്ധരെ, മാലാഹാമാരെ, പരിശുദ്ധ കന്യകാമറിയം എല്ലാവരുടെയും സാന്നിധ്യമുണ്ട് ഇവിടെ. എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഈ തിരുവോസ്തിയിൽ യേശു വസിക്കുന്നുവെന്ന്. ഉയർത്തെഴുന്നേറ്റ യേശു സർവമഹത്വത്തോടും കൂടി നമ്മുടെ മധ്യത്തിലുണ്ട്. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഇരുകരങ്ങളും ഉയർത്തി ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. Divine, divine, divine blessing. Divine, divine, divine. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വെളിപാടിന്റെ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 4-ാം തിരുവചനത്തിൽ കർത്താവ് പറയുന്ന ഇങ്ങനെയാണ്: അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ദൈവം, നമ്മൾ പ്രത്യാശിക്കുന്ന ദൈവം, നമ്മൾ മുറുകെ പിടിക്കുന്ന ദൈവം, ആ ദൈവം നമ്മുടെ കണ്ണീരെല്ലാം തുടച്ചു നീക്കുന്ന ദൈവമാണ്. കണ്ണീർ തുടച്ചു നീക്കുന്ന ദൈവത്തിൻ്റെ കരസ്പർശനമാണ് ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചത്. പല കാരണങ്ങളാൽ നമ്മുടെ കണ്ണിൽ കണ്ണീരുണ്ടായിരുന്നു, മുഖത്ത് വേദനയുണ്ടായിരുന്നു, ഉള്ളിൽ ദുഃഖമുണ്ടായിരുന്നു. ഇതാ ഈശോ എന്താ ചെയ്തത്? ഈശോ ആ ദുഃഖത്തിൻ്റെയും നൊമ്പരത്തിൻ്റെയും വേദനയുടെയും കണ്ണീരിൻ്റെയും അവസ്ഥകളെല്ലാം അവിടുന്ന് തുടച്ചു നീക്കി. ഈ തുടച്ചു നീക്കിയ ദൈവം നമുക്ക് വലിയ സന്തോഷം നൽകി, ഉള്ളിൽ വലിയ ശക്തി നൽകി, ഉള്ളിൽ വലിയ ധൈര്യം നൽകി. ഇനി നീ ഒറ്റയ്ക്കല്ല, നിന്റെ കണ്ണീർ തുടച്ചു നീക്കിയ കർത്താവ് നിന്റെ കൂടെയുണ്ട്. ആ കർത്താവിൻ്റെ ശക്തി, ആ ശക്തി ലോകത്തിൻ്റെ എല്ലാ ശക്തികളെയും അതിജീവിക്കാനായിട്ട് എപ്പോഴും നിന്നെ നയിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ണീർ തുടച്ചു മാറ്റിയ കർത്താവിൻ്റെ കരം, നിന്റെ ബലഹീനതയിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം, ആ ദൈവത്തിൻ്റെ കരം ഇനിയുള്ള നാളുകളിൽ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആ കരബലത്തിൻ്റെ ശക്തിയിൽ നിനക്ക് നയിക്കപ്പെടാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എടുത്തതായ തീരുമാനങ്ങൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഉയർത്തുവാൻ എപ്പോഴും ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓരോ വ്യക്തിയെയും ഈശോ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിത സാക്ഷ്യം ഇനിയുള്ള ആഴ്ചകളിൽ അനേകം വ്യക്തികളെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനത്തിന് പറഞ്ഞുവിടാനായിട്ട് നിങ്ങൾക്ക് പ്രേരണയുണ്ടാകട്ടെ. ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.